മേഘ മനസ്സിലാക്കേണ്ടത് ഇന്നലത്തെ അതേ സമയത്ത് ഇന്ന് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം നടത്തുകയാണ്. ഷെല്ലാക്രമണം നടത്തുന്നു ഒരു വശത്ത്, മറ്റൊരു വശത്ത് കൂടി ഡ്രോണിന്റെ ആക്രമണം നടത്തുകയാണ്. ജമ്മു സാംബ മേഖലകളിൽ ഉറിയിലും പത്താൻകോട്ടും ഒക്കെ ഡ്രോൺ എത്തി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പൂഞ്ചിൽ ശക്തമായ തിരിച്ചടി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുഗ്രാമിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീനഗറിൽ സൈറൻ മുഴങ്ങുന്നുണ്ട്. ഈ പാക് ഷെല്ലിങ്ങിന്റെ പ്രകോപനം എങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ബ്ലാക്ക് ഔട്ട് അതിർത്തി മേഖലകളിലെല്ലാം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 ഇടത്താണ് ബ്ലാക്ക് ഔട്ട് ഉള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് ആണ്. വീടുകളിൽ നിന്ന് ആരും പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിൽ തന്നെ ഉണ്ടാവുക. അതുപോലെ കാർഗിൽ മേഖലയിലും ബ്ലാക്ക് ഔട്ട് ആണ്. ജയ്സാൽമറിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ ഇന്നലത്തെ സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്മാറ്റമില്ലാതെ വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു നടപടിയിലേക്ക് ആണ് പാകിസ്ഥാൻ നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയാണ് നമുക്കുള്ളത്. നമ്മുടെ വിമാനത്താവളങ്ങളിലെ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 28 വിമാനത്താവളങ്ങൾ മെയ് 15 വരെ അടച്ചിടുകയാണ്. അതായത് നേരത്തെ മെയ് 10 വരെ അത് അടച്ചിടും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 15 നീട്ടിയിട്ടുണ്ട്. ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, ധരംശാല, ബിക്കാനീർ, രാജ്കോട്ട്, ജോധ്പൂർ, കൃഷ്ണഗർ ഈ എയർപോർട്ടുകളിലൊക്കെ 15 ദിവസത്തേക്ക് മെയ് 15 വരെ അടച്ചിടാനാണ് നീക്കം. സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലാക്കുന്നത് 7 ഇടത്ത് ഈ സമയത്ത് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി എന്നാണ്. നമ്മുടെ ചില ഡ്രോണുകൾ തകർത്തതായിട്ടും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പാകിസ്ഥാന്റെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ഔട്ടും ഇത്തരം ജാഗ്രതകളും ഒക്കെ നമ്മൾ നിർദ്ദേശിച്ചിരുന്നത്. സൈറൻ പലയിടത്തും മുഴങ്ങുന്നുണ്ട്. ആക്രമണം ഭംഗിയായി ശക്തമായി തന്നെ ഇന്ത്യ ചെറുക്കുന്നുമുണ്ട് മേഘ. അതേസമയം ഇന്ത്യ ഒരു കാര്യം, അതായത് തിരിച്ചടിക്കുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ ഒരു കാരണവശാലും പാകിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ അക്രമം നടത്തിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണമല്ല ഉണ്ടാകുന്നത്. ഇന്ത്യൻ സേനയുടെ സൈനിക കേന്ദ്രങ്ങൾ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾ അടക്കം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞതാണ്. സിവിലിയൻസിനെ ലക്ഷ്യം വെച്ച്, ഗുരുദ്വാരങ്ങളെ ലക്ഷ്യം വെച്ച്, കോൺവെന്റുകളെ ലക്ഷ്യം വെച്ച്, സാധാരണ മനുഷ്യരെ ലക്ഷ്യം വെച്ച്, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് യാതൊരു ധാർമ്മികതയും ഇല്ലാതെ, യുദ്ധത്തിന്റെ യാതൊരു നീതിയും ഇല്ലാതെ പാകിസ്ഥാൻ പെരുമാറുകയാണ്. ഇത്തരം ഒരു പ്രകോപനമാണ് ഇന്ത്യക്ക് നേർക്ക് പാകിസ്ഥാൻ വയ്ക്കുന്നത്. സ്വാഭാവികമായി നമുക്ക് ശക്തമായി തിരിച്ചടിക്കേണ്ടി വരും. ലൈൻ ഓഫ് കൺട്രോളിൽ, ഈ അതിർത്തിയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ അവിടെ കനത്ത വെടിവയ്പ് നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വെടിവെച്ചപ്പോൾ നമ്മൾ തിരിച്ചും ശക്തമായ വെടിവയ്പ് നടത്തുന്നുണ്ട്. ഷെല്ലാക്രമണവും നടത്തുന്നുണ്ട്. ഇതിങ്ങനെ തുടരുകയാണ്. ഇപ്പൊ ഫിറോസ്പൂരിലും അപായ സൈറൻ മുഴങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഉറിയിലും വെടിവയ്പ് നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ. ജമ്മുവിലും രാജസ്ഥാനിലും പാക് ഡ്രോണുകൾ കണ്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ചൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മേഘ. എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ അക്രമത്തെ എങ്ങനെയാണ് ഇന്ത്യ ചെറുത്ത് നിർത്തുന്നത്? എപ്പോൾ തുടങ്ങിയതാണ്? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്? ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത ഒന്നാണ്. ES-400 സുദർശന ചക്ര എന്ന് പറയുന്ന സംവിധാനം അതിശക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആകാശ വഴിയിൽ വരുന്ന വ്യോമ ഭീഷണികളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി കണ്ടെത്താനും നമുക്ക് പ്രതികരിക്കാനും സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സുസജ്ജമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ S-400ന്റെ ഒരു പരിധിയിലേക്ക് ഈ ആകാശ ഭീഷണികൾ എത്തിക്കഴിഞ്ഞാൽ, വ്യോമ ഭീഷണികൾ എത്തിക്കഴിഞ്ഞാൽ വളരെ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് തിരിച്ചടിക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് ശരിക്കും നമുക്ക് വളരെ ഗുണകരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. എന്തായാലും അത് ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ നിയന്ത്രണ രേഖയിലുള്ള വെടിവയ്പ് വളരെ കാര്യമായി നേരിട്ട് തന്നെ നടത്തുന്നുമുണ്ട് ഇന്ത്യ മേഘ. നിലവിലെ ഒരു ബ്ലാക്ക് ഔട്ട് ഒക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ബ്ലാക്ക് ഔട്ട് നൽകിയിരിക്കുകയാണോ? അതിർത്തി മേഖലയിൽ 5 ഇടങ്ങളിലാണ് ബ്ലാക്ക് ഔട്ട് ഉള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജമ്മുവിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആണ്. അതുപോലെ കാർഗിൽ മേഖലയിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്. കാർഗിൽ മേഖലയിലേക്ക് ഡ്രോണുകൾ വന്നു എന്ന് പറയുന്നുണ്ട്. കാർഗിലും ബ്ലാക്ക് ഔട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രാജസ്ഥാനിൽ ജയ്സാൽമറിൽ അവിടെയും ഡ്രോണുകൾ എത്തി എന്ന് പറയുന്നുണ്ട്. അവിടെയും ബ്ലാക്ക് ഔട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട അതിർത്തി മേഖലകളിലൊക്കെ, അതായത് പാകിസ്ഥാന് വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ട് പറഞ്ഞിരിക്കുകയാണ്. കനത്ത ജാഗ്രതാ നിർദ്ദേശം എല്ലായിടത്തും ഉണ്ട്. ജമ്മുവിൽ നേരത്തെ തന്നെ
പറഞ്ഞിരുന്നതാണ് ഇക്കാര്യം. ബ്ലാക്ക് ഔട്ട്, വീടുകളിൽ നിന്ന് ആരും പുറത്തിറങ്ങരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അവിടെ നിന്നുള്ള ദൃക്സാക്ഷികളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വളരെ ജാഗ്രതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.